ഹായ് സുഹൃത്തുക്കളെ, ഇന്നൊരു പുതിയ സബ്ജക്റ്റ് ഫോറിൻ സെറ്റിൽമെൻറ്റ്. വെളി രാജ്യത്ത് പോയിട്ട് നമ്മുടെ കരിയർ അവിടെ ജോബ് ചെയ്ത് അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. വെളി രാജ്യത്ത് പെർമനൻ്റ് ആകാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബർത്ത് ചാർട്ടിലെ ഗ്രഹങ്ങളുടെയൊക്കെ സാമീപ്യവും അല്ല ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ ആണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അപ്പോൾ അത് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടി വന്നാൽ ഗൾഫിൽ പോകാൻ പറ്റുമോ എന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ടാണല്ലോ ഗൾഫിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതേമാതിരി നമ്മൾ നോക്കേണ്ടി വരും ലോങ് ടേം ട്രാവലാണോ അതോ ഷോർട്ട് ടേം ട്രാവലാണോ എന്ന്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ നമ്മൾ നോക്കേണ്ടി വരും. അതിന് നമ്മൾ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ രാഹു എന്ന് പറഞ്ഞാൽ യാത്രയുമായിട്ട് വിദേശവുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്നത് 3 യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ രാഹുവിനെ ചെക്ക് ചെയ്യണം, 3നെ ചെക്ക് ചെയ്യണം. പിന്നെ രാഹു എപ്പോഴും 2-8-12 2-8-9-12 ഒരു നെഗറ്റീവാണ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണം. അതുകൂടാതെ ചന്ദ്രൻ ഏത് പൊസിഷൻ നിൽക്കുന്നു. അപ്പം ഇതിനകത്ത് നമ്മളെ 1-5-9-2-6-10-3-7-11-4-8-12 അപ്പോൾ അതിനകത്ത് കണക്കുണ്ട്. ആ ആംഗിൾ നമ്മൾ ട്രയാംഗിൾ ട്രൈ എന്ന് പറയും. 3 കോളം വരച്ചിട്ട് അത് ഏതുമായിട്ടായാലും കണക്റ്റഡ് ആയിട്ടുണ്ടെന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ നോക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ട കേതുവിനെ നോക്കണം. പിന്നെ നമ്മുടെ ജീവഗ്രഹം നോക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് വെളിയിൽ പോകാൻ പറ്റുമോ എന്നുള്ള യോഗവും. പിന്നെ അവിടെ കേതു നിൽക്കുവാണെന്നൊരു കേതു കട്ടിങ്ങാണ് ഒരു കത്രയുമാതിരി പ്രവർത്തിക്കുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ യോഗം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയണമല്ലോ. ഇപ്പോൾ ഓരോ ഗ്രഹങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ശുക്രൻ നെഗറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഭാര്യ സുഖം കിട്ടത്തില്ല. അപ്പോൾ ശനിയുടെ ആയിട്ടുള്ള അങ്ങനെ ഉണ്ടെന്ന് വരില്ല. വല്യച്ഛൻ്റെ സുഖം അങ്ങനത്തെ പ്രശ്നം. ചൊവ്വ ആണ് ഭർത്താവിൻ്റെ സുഖം കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കോമ്പിനേഷൻ ഉണ്ട്. ചന്ദ്രനാണ് അമ്മയുടെ, അപ്പോൾ സൂര്യനാണെന്നല്ല അങ്ങനെ അച്ഛൻ്റെ എന്ന് പറഞ്ഞ പോലെ ഈ ഓരോ ഗ്രഹങ്ങളെ നമ്മൾ നോക്കിയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതപ്പോൾ നമ്മുടെ ഞാൻ സംസാരിക്കുന്നത് വേദിക അസ്ട്രോളജി അല്ല, ഇത് ബൃഹന്നാടി അസ്ട്രോളജിയാണ്. എന്ന് പറഞ്ഞാൽ അക്യുറസിയിലാണ്. പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഏത് സമയത്ത് ഗൾഫിൽ പോകാൻ പറ്റും അതുൾപ്പെടെ നമുക്ക് പറയാൻ പറ്റും. അല്ലെന്നൊരു ഏത് സമയത്ത് നമുക്ക് ഒരു വീട് വെക്കാൻ പറ്റും. ആ യോഗങ്ങളെല്ലാം നമുക്ക് അക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബൃഹന്നാടി ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നോക്കുമ്പം നമ്മൾ ഇതിനകത്ത് കണക്കാക്കുന്ന രാഹു, ചന്ദ്രനെ, പിന്നെ കേതുവ്, പിന്നെ ഈ പറഞ്ഞ ഗുരു, ജീവഗ്രഹം ലേഡീസ് ആണോ ജെൻസ് ആണോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് നോക്കിയിട്ട് ഇത് ഏത് ഭാവത്തിലാണ് എങ്ങനെയാണെന്ന് നോക്കണം. പ്രത്യേകിച്ച് കേതുവാ നിൽക്കുന്നതെന്നൊരു അവിടെ സെറ്റിൽമെൻറ്റ് നടക്കത്തില്ല. കാരണം കേതു എപ്പോഴും ഷോർട്ട് ടൈം ട്രാവലാണ്. ഒരിടത്ത് പോയി അല്ലെന്നൊരിൽ വേറെ ഒരിടത്ത് പോയി അങ്ങനെയൊക്കെ ഉള്ള കോമ്പിനേഷൻ കൂടെ നോക്കിയിട്ടാണ് ഈ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം ഫോറിനിൽ പോയിട്ട് നമ്മൾ സെറ്റാകുമോ ഇല്ലയോ എന്നുള്ള ഇപ്പോൾ ഇത് പറയുന്നത്. അതേപോലെ ശനി നമ്മളപ്പം ഇതിനകത്ത് ഫോറിൻ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ശനിയെ നോക്കണം. ശനി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കർമ്മമായിട്ട് വരുന്നു. അപ്പം അത് കൂടാതെ ഈ ശനിയെ കൂടെ നോക്കുന്നത്. അപ്പം ഈ ശനിയും ഗുരുവും കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഫോറിൻ സെറ്റിൽമെൻറ്റാണ്. ശനിയും ഗുരു. അപ്പോൾ ശനി, ഗുരു, ചന്ദ്രന്. അപ്പോൾ അതായത് ചന്ദ്രൻ അവിടെ നിന്ന് മാറി വേറെ ഒരിടത്ത് പോയി യാത്ര ചെയ്ത് വേറെ ഒരിടത്ത് പോയിട്ട് സെറ്റിൽ ചെയ്യുമെന്ന ശനി, ചന്ദ്രൻ, രാഹു. അഥവാ ശനി, ചന്ദ്രൻ കേതുവാണെന്ന് വരിയിൽ അത് നടക്കത്തില്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇതാണ് ആ വ്യത്യാസം. അപ്പോൾ ശനി, ചന്ദ്രൻ, ഗുരു. അപ്പോൾ ജീവഗ്രഹമായ ഗുരുവും ശനിയും ചന്ദ്രനെയും നമ്മളവിടെ നോക്കണം. ഇത് നമുക്ക് ചേർന്ന് വന്നു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് വെളിയിൽ പോയിട്ട് ചെയ്യാനുള്ള യോഗമുണ്ട്. പക്ഷെ ഒന്ന് നോക്കണം, അത് രാഹു, കേതു, ചൊവ്വ ഇങ്ങനെയൊക്കെ ഉള്ള 4th ഹൗസിൽ അധിപന് 6-ലോ 8-ലോ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അതുകൂടെ നോക്കേണ്ടി വരും മൈന്യൂട്ട് കോമ്പിനേഷനിൽ വരുമ്പോൾ. അപ്പം അങ്ങനെ അത് നിങ്ങൾക്ക് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ അങ്ങനെ ഉള്ളെന്ന് വരിയിൽ താല്പര്യമുണ്ടെന്ന് വരിയിൽ നിങ്ങൾക്ക് നമ്മുടെ ഇതുമായിട്ട് ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നില്ല ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് അതിൻ്റെ കോഴ്സ്. പിന്നെ അഡ്വാൻസ് സ്റ്റഡി 2 സ്റ്റഡീസാണ്. അഡ്വാൻസ് സ്റ്റഡി ഉണ്ട്, അല്ലാതെ ഉള്ളതുകൊണ്ട്. കാരണം 2 ടൈപ്പ് ഓഫ് കോഴ്സായിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സപ്പോസ് ഫോറിൻ പോകാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കും. പക്ഷെ എപ്പോൾ പോകാൻ പറ്റും അങ്ങനെയുള്ള മൈന്യൂട്ട് കോമ്പിനേഷൻ വേണമെന്ന് അത് അടുത്ത കോഴ്സാണ്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറയാനുള്ള രീതി പാകമാക്കിയിട്ട് വിടും. നല്ല പ്രഡിക്ഷൻസ് ചെയ്യാനും അതിൻ്റെ കോമ്പിനേഷൻസ് ആയ കാര്യങ്ങൾ, ചാർട്ടായ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും എല്ലാം പഠിപ്പിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് ആർക്കെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനോ എടുക്കാനോ താല്പര്യമുണ്ടെന്ന് വരിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 4th ഹൗസ് മോശമാണെന്ന് വരിയിൽ പോകാൻ പറ്റുകയില്ല വെളിയിൽ. അപ്പോൾ അതും കൂടെ പ്രത്യേകിച്ച് നോക്കണം. 4ാമത്തെ ഹൗസ് 4th ഹൗസ് നിങ്ങളുടെ ബർത്ത് ചാർട്ടിനകത്ത് 4th ഹൗസ് നെഗറ്റീവായിട്ട് നിൽക്കുവാണെന്ന് വരില്ല. അല്ല, ആ 4th ഹൗസിൻ്റെ അധിപൻ, ആ 4ാം ഭാവത്തിലെ അധിപൻ 6-ലോ 8-ലോ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. 6ാം ഭാവത്തിലോ 8ാം ഭാവത്തിലോ ഇരുന്ന് കഴിഞ്ഞാൽ, അത് 4ാം ഇടത്തിൻ്റെ അധിപൻ 6-ലോ 8-ലോ ഇരുന്ന് കഴിഞ്ഞാലും
നെഗറ്റീവായിട്ട് വരും. അതുകൊണ്ട് ചാർട്ട് വ്യക്തമായിട്ട് ചെക്ക് ചെയ്യണം. പിന്നെ കഴിവുള്ള ആൾക്കാരാണെന്ന് എഴുതി എൻ്റെ ഇത്ര ഒരു കേട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് വേണം മനസ്സിലാവാൻ കാര്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.